കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രഗ്നൻസി ആഗ്രഹിക്കുന്നവർക്ക് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറിയെ പറ്റിയിട്ടാണ് കേട്ടോ. ഇത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് മാത്രമല്ല ഡബിൾ ട്രിപ്പിൾ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതിനും അത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വെജിറ്റബിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് വാഴപ്പൂവിനെ പറ്റിയിട്ടാണ്. കുടപ്പൻ എന്നൊക്കെ പല സ്ഥലങ്ങളിലും പറയും, വാഴപ്പൂവെന്നും പറയും. അങ്ങനെ നമ്മുടെ വാഴയുടെ ആ കൊലയ്ക്ക് പഴത്തിന് മുൻപായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഇത് നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. നമ്മുടെ വീട്ടിൽ വാഴയുള്ളവർക്കൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണിത്. അല്ലെങ്കിൽ നമുക്ക് പച്ചക്കറി കടയിൽ നിന്നാണെങ്കിലും മേടിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ കുടപ്പൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഉപയോഗിക്കുന്നത് വഴി പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സ്ത്രീകൾക്കും പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്കും ഒരുപാട് ഗുണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഏറ്റവും ആദ്യം ഇതിലടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. വിറ്റമിൻ എ, വിറ്റമിൻ സി, വിറ്റമിൻ ഇ, പൊട്ടാഷ്യം, കാൽഷ്യം, മാഗ്നീഷ്യം, അയേൺ എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാകും പ്രഗ്നന്റ് ആകാനായിട്ട് ഒരു സ്ത്രീയെ സഹായിക്കുന്ന എല്ലാം തന്നെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്ന്. ഏറ്റവും ആദ്യത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിള് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. പല ആളുകൾക്കും ഉള്ളൊരു തെറ്റായ ഒരു ധാരണയാണ് പീരിയഡ്സ് ഏതെങ്കിലും മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം പീരിയഡ്സ് വരുന്നുണ്ടല്ലോ, അപ്പോൾ ഞാൻ ഹെൽത്തി ആയിരിക്കുമെന്ന് പലരും തെറ്റായിട്ട് വിചാരിക്കാറുണ്ട്. അങ്ങനെ അവർ അസ്യൂം ചെയ്ത് വെക്കുന്നത് ഇങ്ങനെ പീരിയഡ്സ് വരുന്നത് കൊണ്ട് തന്നെ ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിലും ആ സൈക്കിളിന്റെ ലെങ്ത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ദിവസം നമുക്ക് ഓവുലേഷനും നടക്കുന്നുണ്ടെന്നാണ് പലരും തെറ്റായിട്ട് വിചാരിച്ചു വെച്ചിരിക്കുന്ന കാര്യം. നമുക്ക് പീരിയഡ്സിന്റെ സൈക്കിൾ ലെങ്ത് അത് നോർമൽ ആയിട്ടല്ല പോകുന്നതെങ്കിൽ അവിടെ നമുക്ക് ഓവുലേഷൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് കുറവാണ്. അപ്പോൾ കൃത്യം സൈക്കിൾ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 21 to 35 ഡേയ്സിനകത്താണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ അതിന് നമുക്കൊരു ഹെൽത്തി പീരിയഡ്സ് അല്ലെങ്കിൽ റെഗുലർ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയാനായിട്ട് സാധിക്കും. 21 ദിവസത്തിനേക്കാളും കുറവും 35 ദിവസത്തിനേക്കാളും കൂടുതലുമാണ് നിങ്ങൾക്ക് മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കാനായിട്ടുള്ള ചാൻസസ് കുറവാണ്. നിങ്ങൾ തന്നെ സൈക്കിൾ ലെങ്ത് വെച്ചിട്ട് ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാലും ചിലപ്പോൾ ഓവുലേഷൻ്റെതായിട്ടുള്ള യാതൊരു ലക്ഷണങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഓവുലേഷൻ്റെ ആയിട്ടുള്ള ടെസ്റ്റ് കിറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അതിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെടുക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഒരു മാസത്തിൽ ഒട്ടും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് പീരിയഡ്സ് പോകുന്നവർക്ക്, അതായത് ഒരു മാസം 21എങ്കിൽ അടുത്ത മാസം 35, അടുത്ത മാസം 33, അങ്ങനെ ഇറഗുലർ ആയിട്ട് നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കും ഇത് എടുക്കാവുന്നതാണ്. പീരിയഡ്സ് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് പീരിയഡ്സ് ആകുന്ന സമയത്ത് ക്രാംസ് ഉണ്ടാവാറുണ്ട്. അതായത് ഭയങ്കര ഹെവി ആയിട്ട് വേദന അനുഭവപ്പെടാറുണ്ട്. ഇതൊന്ന് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലടങ്ങിയിട്ടുള്ള ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് നമ്മളെ സഹായിക്കുന്നു. പീരിയഡ്സ് ആകുന്ന സമയത്ത് തലയും കുത്തി കിടക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരു ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റാത്ത ആളുകൾ. അങ്ങനെയുള്ളവർക്ക് ഇത് പീരിയഡ്സിന്റെ സമയത്ത് ഓരോ ദിവസമോ അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലോ ഈ ഒരു വാഴപ്പൂവ് കഴിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അടുത്തത്, ഇതിൽ അയേണിന്റെ കണ്ടന്റ് കൂടുതലായിട്ടും അടങ്ങിയിട്ടുണ്ട്. അയേൺ കണ്ടന്റ് നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഹിമോഗ്ലോബിന്റെ ലെവലൊക്കെ ശരീരത്തിൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയുള്ളൂ. ശരീരത്തിലെ ഹിമോഗ്ലോബിന്റെ ലെവൽ കുറയുകയാണെങ്കിൽ പ്രഗ്നന്റ് ആകാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും. കാരണം അണ്ടം കൃത്യമായിട്ട് വളരണമെങ്കിൽ അതിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കണം. അത് പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഹിമോഗ്ലോബിന്റെ അളവ് വേണം. അതുകൊണ്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ ഉള്ളവർക്കും അതുപോലെ ഹെവി ബ്ലീഡിങ് പോകുന്നവർക്കും ഈ അനീമിയ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്കും ഈ ഒരു കുടപ്പൻ കൃത്യമായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ഇത് അനീമിയ ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യുന്നു. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. നമ്മുടെ കുഞ്ഞ് വളരുന്നത് യൂട്രസിനകത്ത് വെച്ചിട്ടാണ്. ആ ഒരു 9 മാസം കൃത്യമായിട്ട് യൂട്രസ് പ്രവർത്തിക്കണമെങ്കിൽ അതിലോട്ടുള്ള സപ്പോർട്ട് കൃത്യമായിട്ട് തന്നെ വേണം, ശരീരത്തിന് കൊടുക്കാനായിട്ട് സാധിക്കണം. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നതും അതുപോലെ തന്നെ യൂട്രസിലുള്ള എന്തെങ്കിലും ടിഷ്യൂസ് അവിടെ ശരീരത്തിൽ ലെഫ്റ്റ് ഓവർ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് യൂട്രസ് ക്ലീൻ ആക്കാനായിട്ടുള്ള ഒരു എഫക്റ്റ് ഈ ഒരു സാധനം എടുക്കുന്നത് വഴി നമ്മൾക്ക് ലഭിക്കുന്നു. യൂട്രസ് ക്ലീൻ ആവുന്നതിനനുസരിച്ചിട്ട് നമുക്കൊരു ഡിയാൻസ് ചെയ്ത് വയറ് കഴുകുക എന്ന് പറയില്ലേ, അത്രയധികം ബെനിഫിറ്റ് നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോഴും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ്. ഇത് എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് വളരാൻ വേണ്ടിയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു.
അടുത്തത് ശരീരത്തിലെ സ്ട്രെസ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമ്മൾ തന്നെ വിചാരിച്ചു വെക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്ന സ്ട്രെസ്സും അതോടൊപ്പം തന്നെ PCOD അല്ലെങ്കിൽ തൈറോയിഡ് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഒക്കെ ഉള്ളവർക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവാനായിട്ട് ചാൻസസ് കൂടുതലാണ്. മൂഡ് സ്വിങ്സ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഉണ്ടാകുമ്പോഴേക്കും നമുക്ക് സ്ട്രെസ് കൂടുതലായിട്ട് ഉണ്ടാകും. ഈ സ്ട്രെസ് വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ശരീരത്തിലെ ബാക്കിയുള്ള ഹോർമോൺസിന്റെ പ്രവർത്തനം ലോ ആവുകയും നമ്മളുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺസിന്റെ പ്രവർത്തനം ഹൈ ആവുകയും ചെയ്യുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസും അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറും തമ്മിലുള്ള ബന്ധത്തിനെ വിഘടിച്ചു പോകുന്നതിന് അല്ലെങ്കിൽ ഒരു കട്ടായി പോകുന്നതിന് ഇത് കാരണമാവുന്നു. അതുകൊണ്ട് ശരീരത്തിലെ സ്ട്രെസ്സിനെയൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്തിട്ട് ഹാപ്പി ഹോർമോൺസിന്റെ പ്രവർത്തനം എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അത് മാത്രമല്ല ഇതിൽ കൂടുതലായിട്ടും ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കുടപ്പൻ കട്ട് ചെയ്തവർക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ വാഴപ്പൂവ് കട്ട് ചെയ്തവർക്ക് അറിയാൻ പറ്റും, അതിൽ നാര് കൂടുതലാണ്. ഈ നാര് കൂടുതലായതുകൊണ്ട് തന്നെ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളിലെല്ലാം തന്നെ ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ ഫൈബർ കണ്ടന്റ് നിങ്ങളുടെ ശരീരത്തിലെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഒരുപാട് പേര് പറയുന്നുണ്ട്, ചേച്ചി ഞങ്ങൾ ഒരുപാട് വിറ്റമിൻസ് എടുക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അണ്ടത്തിന് ഒട്ടും വളർച്ച ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ അണ്ടം പൊട്ടുന്നില്ല, അത് അങ്ങനെ തന്നെ നിന്ന് പോകുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. പല ആളുകളുടെ കാര്യത്തിലും നമ്മളുടെ കുടലിന്റെ ആരോഗ്യവും അതുപോലെ നമ്മളുടെ ഡൈജഷനും പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ടും പ്രഗ്നൻസി ആകാത്ത സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യണമെങ്കിൽ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള നമ്മുടെ ഡൈജഷനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് കണ്ണും പൂട്ടി എടുക്കാവുന്നതാണ്. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക്, അതായത് തുടർച്ചയായിട്ട് മലബന്ധം വയറ്റിന് പോകാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആളുകൾക്കും കോൺസ്റ്റിപ്പേഷൻ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ചില പുരുഷന്മാർക്ക് സ്പേമിന്റെ കൗണ്ട് കുറവായിരിക്കും. സ്ത്രീകളുടെ ഫാക്ടേഴ്സ് ഉള്ളതുപോലെ തന്നെ അതോടൊപ്പം തന്നെ മാച്ചായിട്ട് പോകുന്നതാണ് പുരുഷന്റെ ഫാക്ടേഴ്സും. പുരുഷന്റെ സ്പേമിന്റെ കൗണ്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. കൗണ്ടും മോട്ടിലിറ്റിയും DNA സ്ട്രക്ചറും മോർഫോളജിയും ഒക്കെ കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ അവിടെ പ്രഗ്നൻസി പോസിബിൾ ആവുകയുള്ളൂ. അണ്ടത്തിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും ബീജത്തിന് അവിടെ ക്വാളിറ്റി കുറവാണെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടന്നാലും, അതായത് ബീജസങ്കലനം നടന്നാലും ആ പ്രഗ്നൻസി ചിലപ്പോൾ സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോവില്ല. കുഞ്ഞിന് DNA സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ടാവുന്നതിനും അല്ലെങ്കിൽ കുഞ്ഞിന് മറ്റുള്ള വൈകല്യങ്ങൾ ഉണ്ടാവുന്നതിനും സെമന്റെ ക്വാളിറ്റി കുറയുന്നത് കാരണമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും ഇനി ഹസ്ബൻഡിന്റെ കൗണ്ടിന് യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നവും ഇല്ലെങ്കിലും ആ കൗണ്ടിന്റെ വാല്യൂ ഒന്നും കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും സെമന്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു വാഴപ്പൂവ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി എല്ലാവർക്കുമുള്ള സംശയങ്ങൾക്ക് ഉത്തരം നമുക്ക് നോക്കാം. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി ഓവുലേഷൻ നടക്കുമ്പോൾ എടുക്കാമോ, ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ എടുക്കാമോ, പ്രഗ്നൻസി പീരിയഡ്സ് ആവുന്ന സമയത്ത് എടുക്കാമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് എടുക്കാവുന്നതാണ്. ഇതുകൊണ്ട് യാതൊരു തരത്തിലുള്ളൊരു സൈഡ് എഫക്റ്റും നിങ്ങൾക്ക് ഉണ്ടാവുന്നതല്ല. അതുപോലെ തന്നെ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നിങ്ങൾ എടുക്കുമ്പോഴേക്കും കുഞ്ഞിന്റെ ബാക്കിയുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, പീരിയഡ്സിന്റെ സമയത്താണെങ്കിലും നിങ്ങളിത് കൃത്യമായിട്ട് എടുക്കുന്നത് പീരിയഡ്സിലെ ബ്ലഡ് ഒരുപാട് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഡെഫിഷ്യൻസീസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അതുപോലെ നിങ്ങൾ ഇത് എടുക്കുന്ന സമയത്ത് ഒരു ദിവസം നമ്മൾ എടുത്തതിന് ശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ആയിട്ട് ഇത് എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അത്രത്തോളം ബെനിഫിറ്റ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. അതുപോലെ തന്നെ ഓരോ ദിവസങ്ങളിലും ഒരു ദിവസം ഒരു പച്ചക്കറി എന്നുള്ള കണക്കിൽ നിങ്ങൾ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ നിങ്ങൾക്ക് ബ്ലീഡിംഗ് വരുന്നത് അതിനെയാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.